എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജനറൽ നോളജിന്റെ ടോപ്പിക്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, പരീക്ഷാ പെർസ്പെക്റ്റീവിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താമെന്ന്. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തത് ഹിമാലയൻ റിവർ സിസ്റ്റമാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഗംഗ റിവർ സിസ്റ്റം, ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ. അപ്പോൾ ഹിമാലയൻ റിവർ സിസ്റ്റത്തിൽ ഗംഗയുണ്ട്, സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് ഉണ്ട്, പിന്നെ ബ്രഹ്മപുത്ര ഉണ്ട്. അപ്പോൾ ഈ മൂന്നും നമ്മൾ വരും ക്ലാസ്സുകളിൽ കാണുന്നതായിരിക്കും കേട്ടോ. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് കാണാം. ഇതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വേണമെങ്കിൽ ഒരു 30 മിനിറ്റിൽ താഴെയുള്ള കണ്ടന്റ് ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ പറയുക, തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പറയുക, ചെയ്യാൻ നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സൈലത്തിന്റെ ഒരു ഓൺഗോയിങ് ബാച്ചുകൾ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ALP ബാച്ചാണ്. ALP എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ചാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീ വരുന്നത് 3999 രൂപയാണ്. രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ RRBയുടെ തന്നെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ SI കോൺസ്റ്റബിൾ ബാച്ചാണ്. SI കോൺസ്റ്റബിൾ ബാച്ച്, അതിന്റെ ഫീ വരുന്നത് 2999 രൂപയാണ്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത് SSCയിൽ വരുന്നത് SSC CGL ഓഫീസേഴ്സ് ബാച്ചാണ്. SSC CGL ഓഫീസേഴ്സ് ബാച്ച്, അതിന്റെ ഫീ വരുന്നത് 5999 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ബാച്ചുകളിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, ബാച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ക്ലാസ് തുടങ്ങുന്നു, ക്ലാസ് എന്ന് മുതൽ തുടങ്ങുന്നു, അതിന്റെ ഷെഡ്യൂൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ നോട്ട് ചെയ്യുക, 9995100800 9995100800. നാലാമതൊരു ബാച്ച് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് RRBയുടെ NTPC ബാച്ച്. അപ്പോൾ NTPC ബാച്ചിന്റെ ഷെഡ്യൂള് മറ്റു കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. എത്ര അവേഴ്സ് ആയിരിക്കും ക്ലാസ്, എന്ന് മുതലായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്, എപ്പോൾ നിങ്ങളിലേക്ക് എത്തും, ഫീ സ്ട്രക്ചർ എല്ലാം ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് കേട്ടോ. ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഹിമാലയൻ ഡ്രെയിനേജ്, നിങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഹിമാലയൻ ഡ്രെയിനേജിനെ പറ്റിയാണ്. ഹിമാലയൻ ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ അല്ലെങ്കിൽ അവരുടെ ട്രിബ്യൂട്ടറീസ്, ആ 3 റിവർ സിസ്റ്റംസ് ഏതൊക്കെയാണ്? ഒന്ന് ഗംഗയും ഗംഗയുടെ പോഷക നദികളും നമ്മൾ ഇന്ന് കാണും. 2 ഇൻഡസ്, സിന്ധു നദി, നമ്മുടെ സിന്ധു നദീതട സംസ്കാരമൊക്കെ വളർന്ന സിന്ധു നദി, അതിൻ്റെ ട്രിബ്യൂട്ടറീസ്. 3 ബ്രഹ്മപുത്ര. അപ്പോൾ ഗംഗ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ക്ലിയർ ആണല്ലോ. സിന്ധു എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമ്മുടെ ചേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് നമ്മൾ പഠിച്ചില്ലേ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, ഋഗ്വേദിക് പീരീഡ് പഠിച്ചപ്പോഴത്തേക്കും വിദസ്ത, അസ്കിനി, പരുഷിനി, വിപാസ, പിന്നെന്താണ് സുധുദ്രി അല്ലെങ്കിൽ സുധുഷ്രു എന്നറിയപ്പെടുന്ന നദികൾ നമ്മൾ പഠിച്ചില്ലേ, ആ നദികൾ. മൂന്നാമത്തേതാണ് ബ്രഹ്മപുത്ര. അപ്പൊ ചെറിയൊരു മെർജർ ഇവിടെ കാണാൻ കഴിയല്ലേ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്രയും ഗംഗയും ഒക്കെ ചേർന്നൊരു വലിയ ഡെൽറ്റ ഉണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ എന്നറിയപ്പെടുന്ന ആ ഡെൽറ്റയുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഡെൽറ്റ. ക്ലിയർ ആണല്ലോ. നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഗംഗാ നദി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിൽ ഹിസ്റ്ററിക്കലി, കൾച്ചറലി, റിലീജിയസ് എല്ലാ പെർസ്പെക്റ്റീവിൽ നിന്നും ഒരുപാട് പ്രാധാന്യമുള്ള നദിയാണ്. ആ നദി എന്ന് പറയുന്നത് ഒരുപാട് നദികൾ കൂടിച്ചേർന്ന് ഒഴുകുന്ന ഒരു വലിയ ഒരു നദിയാണ് ഗംഗാ നദി കേട്ടോ. അപ്പോൾ ഗംഗാ റിവർ തുടക്കം എങ്ങനെയാണ്? തുടക്കം പറയുന്നതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട കാര്യം, ഇങ്ങനെ ഗംഗ ഒഴുകുമ്പോൾ ഗംഗയിലേക്ക് വന്നു ചേരുന്ന ചില നദികളുണ്ട്, ആ വന്നു ചേരുന്ന ചില ലൊക്കേഷൻസ് ഉണ്ട്. അതാണ് പ്രധാനമായിട്ടും ചോദിക്കാറ്. അപ്പോൾ ഈ നദികൾ ചേരുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? പ്രയാഗ് എന്ന് പറയും. പ്രയാഗരാജ് എന്ന് നമ്മൾ പറയില്ല. അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രയാഗങ്ങളുണ്ട്. രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, ദേവപ്രയാഗ്. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം കേട്ടോ. ഗംഗയുടെ തുടക്കം എവിടെയാണ്? ഗംഗ ആ പേര് വരുന്നത് എങ്ങനെയാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ എന്താണ്? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ ഹിമാനി. അപ്പൊ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗ എങ്ങനെ ഒഴുകി വരുന്നത് അല്ലെ. ഗംഗോത്രി ഗ്ലേഷ്യർ എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ഗംഗോത്രി ഗ്ലേഷ്യർ എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എന്താ അതിന്റെ പ്രത്യേകത? ഗംഗയുടെ ഉദ്ഭവം അവിടെ നിന്നാണ്. അങ്ങനെ ഒഴുകി തുടങ്ങുമ്പോൾ ഗംഗ അറിയപ്പെടുന്ന പേര് ഭഗീരഥി. എന്താണ്? ഭഗീരഥി. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാം, ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവുണ്ട്. ആ രാജാവും അളകനന്ദ എന്ന് പറയുന്ന രാജ്ഞിയും അവര് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കുകയാണ്. വിശ്വാസികളാണെന്നിരിക്കട്ടെ. അപ്പോൾ അവർ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ ദൈവപ്രയാഗ് എന്ന് ഓർത്തിരിക്കാം അല്ലെ. അങ്ങനെ ഭാഗീരഥി എന്ന് പറയുന്ന ആ നദിയും
അളകനന്ദ എന്ന് പറയുന്ന ഈ നദിയും കൂടെ ഒരു പോയിന്റിൽ വെച്ച് കൂടിച്ചേരുമ്പോഴാണ് അത് ഗംഗ എന്നറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? ഗംഗ എന്നറിയപ്പെടുന്നു. ഭഗീരഥി എന്ന് പറയുന്ന ഈ നദിയും അളകനന്ദ എന്ന് പറയുന്ന ഈ നദിയും കൂടെ ചേരുന്ന ആ കോൺഫ്ലുവൻസ്, ആ സംഗമസ്ഥാനം, ആ പ്രയാഗ് ഏതാണ്? ആ പ്രയാഗാണ് ഞാൻ പറഞ്ഞു ദൈവം, ദേവപ്രയാഗ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറേ അധികം ഇമേജസ് തന്നിട്ടുണ്ട്. ഇതാ ഭഗീരഥി ഇങ്ങനെ ഒഴുകി വരുന്നു, അളകനന്ദയാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഒഴുകി വരുന്നു. എവിടെ വെച്ച് ചേരുന്നു? ദേവപ്രയാഗ്. ആ ദേവപ്രയാഗിൽ വെച്ച് ചേർന്നിട്ട് അത് ഗംഗ എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ അളകനന്ദ ഭഗീരഥിയോട് ചേരുന്നതിന് മുൻപ് വേറെ ഒരുപാട് പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് പഠിക്കേണ്ട. അതാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ദേവപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ക്ലിയർ ആണല്ലോ? ഉത്തരാഖണ്ഡിലാണ് ദേവപ്രയാഗ്. അളകനന്ദയുടെ ഒറിജിൻ എവിടെയാണ്? ഗംഗാ നദി, അതായത് ഭഗീരഥി എന്നുള്ള പേരുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു ഗംഗോത്രിയിലാണ് അല്ലേ? ഗംഗോത്രി, യമുനോത്രി കേട്ടിട്ടില്ലേ? ഗംഗോത്രിയിലാണ്. അളകനന്ദയുടെ ഒറിജിൻ സാതോപനാഥ് ഗ്ലേഷ്യർ, മറ്റൊരു ഹിമാനിയാണ്. എന്താണ് ആ ഹിമാനിയുടെ പേര്? സാതോപനാഥ് ഹിമാനി, സാതോപനാഥ് ഗ്ലേഷ്യർ. അത് എവിടെയാണ്? അതും ഉത്തരാഖണ്ഡിലാണ്. നമ്മുടെ ഡെറാഡൂൺ ക്യാപിറ്റൽ ആയിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നും ഫോം ചെയ്ത ഉത്തരാഖണ്ഡ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡ് ഏത് വർഷമാണ് ഫോം ചെയ്തത്? ഏത് വർഷമാണ് ഫോം ചെയ്തത്? പറയണം കേട്ടോ, കമന്റ് ആയിട്ട് പറയണം. അപ്പോൾ അളകനന്ദ ഇങ്ങനെ സാതോപനാഥിൽ നിന്നും ഒഴുകി വരികയാണ്. അളകനന്ദയോട് ധൗളി ഗംഗ എന്നുള്ള പേരുള്ള ഒരു നദി ചേരുകയാണ്. എന്താ പേര്? ധൗളി ഗംഗ. അങ്ങനെ അളകനന്ദയും ധൗളി ഗംഗയും ചേരുന്ന ഈ ആ ലൊക്കേഷനെ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. എന്താണ് പേര്? വിഷ്ണുപ്രയാഗ്. വെരി ഇമ്പോർട്ടൻറ്റ്. അളകനന്ദയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട കോൺഫ്ലുവൻസ്, ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രയാഗാണ് വിഷ്ണുപ്രയാഗ്. ഓർമ്മയുണ്ടല്ലോ? അപ്പം എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഞാൻ പ്രധാനിയാണെന്ന് ഞാൻ തന്നെ പറയുന്നത് മോശമാണല്ലോ. എന്നാലും പ്രധാനപ്പെട്ട വ്യക്തി, ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണ്? കോൺഫ്ലുവൻസ് എവിടെയാണ്? ധൗളി ഗംഗ അളകനന്ദയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. ഈ അടുത്ത വാർത്തയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ജോഷിമഠ്. ജ്യോതിർമഠം എന്നറിയുമ്പോൾ ജോഷിമഠം വാർത്തയിൽ വരാൻ കാരണം എന്താണ്? അവിടെ ഒരു എർത്ത്ക്വേക്കിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു. ചില ഏരിയാസ് താഴ്ന്നു പോകുന്നു. അപ്പോൾ ആ ഏരിയ ജോഗ്രഫിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ സീസ്മിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഹെവി കൺസ്ട്രക്ഷൻസ് നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തയിൽ നടന്നു. ജോഷിമഠിലെ പ്രശ്നങ്ങൾ എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ജോഷിമഠിനോട് ചേർന്നാണ് ഈ വിഷ്ണുപ്രയാഗ് കാണുന്നത്. ഓക്കെ, അടുത്തത് കർണപ്രയാഗാണ്. വിഷ്ണുപ്രയാഗ് കഴിഞ്ഞാൽ കർണപ്രയാഗ്. എങ്ങനെ കർണപ്രയാഗ് ഓർത്തിരിക്കാം? നമുക്കറിയാം, കർണന്റെ കഥ നമുക്കറിയാം. കർണൻ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ മകനാണ്. പക്ഷേ കുന്തി ദേവിക്ക് മൂപ്പര് ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാലക്രമേണ മൂപ്പര് സ്വന്തം സഹോദരന്മാരായ പാണ്ഡവന്മാരെ തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒടുവിൽ കൊല്ലപ്പെടുന്നു. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. കർണപ്രയാഗ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. കർണൻ ജനിച്ചപ്പോൾ നമ്മൾ പറയില്ല ഇത് എന്ത് പണ്ടാരമാണ്, ഈ പണ്ടാരത്തിനെ ഞാൻ കളയെന്ന് പറയില്ലേ? അങ്ങനെ കർണൻ ജനിച്ചപ്പോൾ കർണൻ ഒരു പണ്ടാരം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കളഞ്ഞു കുന്തി ദേവി അല്ലേ? പണ്ടാരം, പിണ്ടാരി നദി. പിണ്ടാർ റിവർ ജോയിൻസ് അളകനന്ദ അറ്റ് കർണപ്രയാഗ്. കേട്ടോ, നോക്കുക. പിണ്ടാർ നദി അല്ലെങ്കിൽ പിണ്ടാർ ഗംഗ ആരെ ജോയിൻ ചെയ്യുന്നു? അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആ ലൊക്കേഷന്റെ പേരാണ് കർണപ്രയാഗ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തേത്. അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? ദേവപ്രയാഗ് പഠിച്ചു. ദേവപ്രയാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? അളകനന്ദയും ഭാഗീരഥിയും തമ്മിൽ ചേരുന്നതാണ്. അളകനന്ദയിലെ പ്രധാനപ്പെട്ട പ്രയാഗുകൾ നമ്മൾ പറയണം. ഒന്ന് വിഷ്ണുപ്രയാഗ്, ഏത് ചേരുമ്പോഴാണ്? ധൗളി ഗംഗ. രണ്ട് കർണപ്രയാഗ്, ഏത് ചേരുമ്പോഴാണ്? പിണ്ടാർ ഗംഗ, പിണ്ടാരി. കേട്ടോ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മൂന്നാമത്തേതാണ് രുദ്രപ്രയാഗ്. അളകനന്ദയിലെ മൂന്നാമത്തേതാണ് രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗിലേക്ക് വന്നു ചേരുന്നത് മന്ദാകിനി. മന്ദാകിനി എന്നുള്ള പേര് കേട്ടാൽ തന്നെ അറിയാലോ അത്യാവശ്യം രൗദ്ര സ്വഭാവമുള്ള വ്യക്തിയാണെന്ന്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ 2-3 പ്രാവശ്യം പറയുക, അപ്പോൾ തോന്നും മന്ദാകിനി കുറച്ച് ദേഷ്യക്കാരിയാണ്. മന്ദാകിനി രൗദ്രഭാവമുണ്ട്. മന്ദാകിനി രുദ്രപ്രയാഗ്. കേട്ടോ, സിമിലർ നെയിമുള്ള മറ്റൊരു നദിയുണ്ട്, നന്ദാകിനി. ഇത് മന്ദാകിനി. നോക്കുക, ഇതാണ് മന്ദാകിനി. അതെവിടെ വന്നു ചേരുന്നു? രുദ്രപ്രയാഗ്. ഏകദേശം ഇതേ പേരുള്ള ഒന്ന് മന്ദാകിനി ആണെങ്കിൽ മറ്റേത് നന്ദാകിനി. നന്ദാകിനി നദി അളകനന്ദയോട് ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നന്ദ എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ.
അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ പഠിച്ചു, ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഒന്ന് ദേവപ്രയാഗ്, പഠിച്ചില്ലേ? 2 വിഷ്ണുപ്രയാഗ്, 3 കർണപ്രയാഗ്, 4 രുദ്രപ്രയാഗ്, 5 ഏതാണ്? നന്ദപ്രയാഗ്. അപ്പോൾ 5 പ്രയാഗുകളുണ്ട് അല്ലേ? ഈ 5 പ്രയാഗുകളെ ചേർന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? പഞ്ചപ്രയാഗ്. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ അളകനന്ദ ഭഗീരഥിയെ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ നദി എങ്ങനെ അറിയപ്പെടുന്നു? ഗംഗാ നദി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി എന്നാണ്. ജസ്റ്റ് സ്നിപ്പ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി ചേർക്കുക. പഞ്ചപ്രയാഗുകളാണ്. ഗംഗാ നദിയെപ്പറ്റി ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോർമേഷനാണ്, ഒറിജിനാണ് കേട്ടോ. പ്രധാനപ്പെട്ട പ്രയാഗുകളാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെ ഉത്തരാഖണ്ഡിലെ ഗംഗാ നദി ഒഴുകി 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 ഹരിദ്വാർ വഴി, ഒരു പുണ്യകേന്ദ്രമാണല്ലേ, ഹരിദ്വാറിലെ പ്ലെയിൻസിലേക്ക് കയറി കുറച്ച് സൗത്തിലേക്ക് ഒഴുകി, അതായത് ഇതാ ഇങ്ങനെ ഒഴുകി, പിന്നെ സൗത്ത് ഈസ്റ്റ് ഒരു തിരിവങ്ങ് തിരിഞ്ഞ് അങ്ങനെ ഒഴുകി പോവുകയാണ്. കാണാമല്ലോ അതവിടെ, ഇങ്ങനെ പ്ലെയിനിൽ കയറി സൗത്ത് ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് 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 ഒടുവിൽ ബേ ഓഫ് ബംഗാളിൽ പോയി ചേരും. കാണാമല്ലോ? ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗംഗയുടെ തുടക്കം ക്ലിയർ ആണ്, അളകനന്ദയും ഭഗീരഥയും ക്ലിയർ ആണ്, പഞ്ചപ്രയാഗുകൾ ക്ലിയർ ആണ്. ഇനി സംശയമില്ല, ഇനി തെറ്റിക്കരുത്, ഇനി നിങ്ങൾ തെറ്റിക്കില്ല. ഗംഗ എവിടെ ചെന്ന് ചേർന്നു? നമുക്കറിയാം ബംഗ്ലാദേശിലാണ് ആ മേജർ ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്നു, പിന്നീട് ഈസ്റ്റ് പാകിസ്ഥാനായി, പിന്നീട് ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി ബംഗ്ലാദേശ്. ഏത് വർഷമാണ് ബംഗ്ലാദേശ് ഇൻഡിപെൻഡന്റ് ആയത് എന്ന് പറയുക? ഏത് വർഷമാണ് ബംഗ്ലാദേശ് ഇൻഡിപെൻഡന്റ് രാജ്യമായതെന്ന് പറയുക? ബംഗ്ലാദേശിലേക്ക് ഒഴുകിയെത്തുന്ന ഗംഗയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പത്മ. എന്താണ്? പത്മ. അത് എവിടെ കാണാമല്ലോ നിങ്ങൾക്ക്? പത്മ എന്ന് പറയുന്ന നദിയെ കാണാമല്ലോ. പത്മ നദി കണ്ടൂടെ? പത്മ. ഇറ്റ് ഈസ് ദെൻ ജോയിൻഡ് ബൈ ജമുന. യമുനയല്ല, യമുന എന്ന് പറയുന്നത് ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന മറ്റൊരു നദിയാണ്. ഗംഗയും യമുനയും പിന്നെ മിത്തിക്കൽ റിവറായ സരസ്വതിയും ചേരുന്ന സ്ഥലമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഹോളി സൈറ്റ് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗരാജ് എന്ന് പറയുന്നത്. ഇത് ജമുന, ജമുന പ്യാരി എന്ന് പറയില്ലേ, ജമുന. അങ്ങനെ പത്മ, ജമുന, പിന്നെ ബ്രഹ്മപുത്രയുടെ ഒരു സ്ട്രീമായിട്ടുള്ള മേഘന. അങ്ങനെ ഗംഗയുടെ തന്നെ പത്മ, ജമുന, പിന്നെ ബ്രഹ്മപുത്രയുടെ ഭാഗമായിട്ടുള്ള മേഘന, ഈ 3ഉം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗംഗാ ഡെൽറ്റ. അപ്പൊ ആക്ച്വലി ഗംഗാ ഡെൽറ്റ എന്നല്ല വിളിക്കേണ്ടത്. എങ്ങനെ വിളിക്കേണ്ടത്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. കാരണം ബ്രഹ്മപുത്രയുടെ മേഘനയും വന്ന് ചേരുന്നില്ലേ? ഈ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. കാണാമോ ഈ ഡെൽറ്റ? ഏറ്റവും വലിയ ഡെൽറ്റ, ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലം. അവിടെ സുന്ദരി എന്ന് പറയുന്ന ഒരുപാട് മരങ്ങളുണ്ട്. സുന്ദരി മരത്തിൽ നിന്നുമാണ് എന്ത് പേര് വന്നത്? നിങ്ങൾക്കറിയാം, സുന്ദർബൻസ്. സുന്ദർബൻ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് തോട്ടങ്ങൾ, കണ്ടൽക്കാടുകളിൽ ഒന്നാണ് സുന്ദർബൻസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഗംഗ എവിടെ നിന്ന് തുടങ്ങിയെന്ന് നമ്മൾ പഠിച്ചു. ബംഗ്ലാദേശ് വഴി എങ്ങോട്ട് ഒഴുകി പോകുന്നു? മൗത്ത് എവിടെയാണ്? എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകി ചേരുകയാണ് ഇത്, ഈ ഡെൽറ്റ ഫോം ചെയ്തതിന് ശേഷം. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ ഈ ഗംഗയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നമ്മൾ പഠിക്കുമ്പോൾ, അളകനന്ദയാണെങ്കിൽ നമ്മൾ ആലോചിച്ചു എന്തൊക്കെയുണ്ട്? നമ്മൾ ആലോചിച്ചു മന്ദാകിനി ഉണ്ട് അല്ലേ, നന്ദാകിനി ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇത് കൂടാതെ ചില പ്രധാനപ്പെട്ട, ഇത് അളകനന്ദയും ഭാഗീരഥിയും തമ്മിൽ ചേർന്ന് ഗംഗയായതിനു ശേഷം ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന ചില പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് അല്ലേ, അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതാ നിങ്ങൾ നോക്കുക, ഇതാണ് ഗംഗ പോകുന്നത് അല്ലേ. അപ്പൊ ഗംഗയുടെ ഈ ഭാഗത്തു നിന്നും ചില നദികൾ വന്നു ചേരുന്നുണ്ട്, ഈ ഭാഗത്തു നിന്നും ചില നദികൾ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഒരു നദി ഒഴുകുന്ന ഡയറക്ഷനിൽ വലത്തു നിന്നും വന്നു ചേരുന്നവയാണ് അതിന്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഒഴുകുന്ന ഡയറക്ഷനിൽ ഇടത്തു നിന്നും വന്നു ചേരുന്നവയാണ് അതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് നോക്കുക? രാമഗംഗ. എന്താണ്? രാമഗംഗ. ഗോമതി, ഗോമതി റിവർ, ഘാഗ്ര റിവർ, ഖണ്ഡക് റിവർ, കോസി റിവർ. നിങ്ങൾ നോക്കുക, ഇത് എവിടെ നിന്നാണ് വന്നു ചേരുന്നത്? ഇതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇതാണ് രാമഗംഗ, ഇതാണ് ഗോമതി, ലെഫ്റ്റിൽ നിന്നല്ലേ വന്നു ചേരുന്നത്. പിന്നെ നോക്കുക, ഘാഗ്ര റിവർ, ഘാഗ്ര റിവർ ബീഹാറിലാണ് വന്നു ചേരുന്നത്. ഖണ്ഡക് റിവർ, കോസി റിവർ, ഘാഗ്ര, ഖണ്ഡക്, കോസി, ഇതെല്ലാം ആരുടെയാണ്? ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. കോസി റിവർ, എന്താ കോസി റിവറിന്റെ പ്രത്യേകത?
കോസിയെ പറ്റി സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ബീഹാറിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നല്ല. കോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിന്റെ ദുഃഖം, ദ സോറോ ഓഫ് ബീഹാർ എന്നാ അറിയപ്പെടുന്നത്. കാരണം ഇങ്ങനെ വഴി മാറി ഒഴുകും, പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടത്തിൽ ഒരുപാട് ഫ്ലഡ് ഉണ്ടാക്കും. അങ്ങനെ ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണെങ്കിലും ബീഹാറിന്റെ ദുഃഖം എന്നാ അറിയപ്പെടുന്നത് കോസി നദി. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കിയേ, വലത് ഭാഗത്തു നിന്നും വന്നു ചേരുന്നവർ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി, ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ ഈസ് യമുന. ഗംഗയോളം തന്നെ പ്രാധാന്യമുണ്ട് യമുനയ്ക്ക്. ടോൺസ്, സോൺ നദി, ദാമോദർ നദി. നോക്കുക, ഹൈലൈറ്റ് ചെയ്ത് തരാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഹൈലൈറ്റ് ചെയ്ത് തരാം. ദാ യമുന നദി ഇങ്ങനെ വന്ന് ചേരുകയാണ്. എവിടെയാണ് ചേരുന്നത്? പ്രയാഗ്രാജ്. നമ്മൾ പറഞ്ഞു പ്രയാഗ്രാജ്, അലഹബാദ്. പിന്നെ ടോൺസ് നദിയുണ്ട്, സോൺ നദിയുണ്ട്, ദാമോദർ ഉണ്ട്. ദാമോദർ നദിയുടെ പ്രത്യേകത എന്താണ്? ദാമോദർ നദിയുടെ പ്രത്യേകത മറ്റൊരു സംസ്ഥാനത്തിന്റെ സോറോ എന്നറിയപ്പെടുന്നത്. ഏതാണ്? ദാമോദർ നദി. ഏത് സംസ്ഥാനമാണ്? സോറോ ഓഫ്, പറഞ്ഞേ, നിങ്ങൾക്കറിയാം, സോറോ ഓഫ് വെസ്റ്റ് ബംഗാൾ. ബംഗാളിന്റെ ദുഃഖം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഡാമൊക്കെ പണിത് തരക്കേടില്ല, ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല കേട്ടോ. റിട്ടയർ ചെയ്തു മൂപ്പര്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ വേറെ 1-2 കാര്യങ്ങളോട് പറയട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം. ദാ കെൻ നദി, ബേട്ടുവ നദി, ഇതൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. കെൻ ബേട്ടുവ ഇന്റർലിങ്കിങ് പ്രൊജക്ട്, നദികളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ പേര് കേട്ടതാണ് കെൻ നദി, ബേട്ടുവ നദി. ഈ കെന്നും ബേട്ടുവയൊക്കെ എങ്ങോട്ട് ഒഴുകിയെത്തുന്നത് നോക്കി. കെന്നും ബേട്ടുവ ഒഴുകിയെത്തുന്നത് ഈ നീല നദിയിലേക്കാണ്. അതായത് യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഈ പറഞ്ഞ കെൻ, ബേട്ടുവ തുടങ്ങിയ നദീസ്. ഈ ഭാഗത്ത് വേറെയും പ്രധാനപ്പെട്ട നദികളുണ്ട് കേട്ടോ. ചമ്പൽ നദി നമുക്ക് SSC പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നദികൾ ഈ ഭാഗത്തുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇന്ന് നമ്മുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ഗംഗയെ ചുറ്റിപ്പറ്റിയുള്ള നദികൾ പഠിക്കുക എന്നാണ്. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഗംഗ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ തുടങ്ങി ഒഴുകി എവിടെ പോകുന്നു? ബംഗ്ലാദേശിൽ പോകുന്നു. ഗംഗയുടെ പ്രധാനപ്പെട്ട ഡ്രെയിനേജ് 79% ഗംഗാ ബേസിനും ഇന്ത്യയിലാണ്. എന്നാൽ നിങ്ങളോട് ചോദിക്കാം, ഗംഗാ ബേസിൻ ഏതൊക്കെ രാജ്യത്തിലുണ്ടെന്ന്. ഏതൊക്കെ രാജ്യത്തിലുണ്ട്? ഇന്ത്യ, നേപ്പാൾ, ചൈന, ബംഗ്ലാദേശ്. കാരണം നിങ്ങൾ നോക്കുക, ഇങ്ങനെയല്ലേ ഒഴുകുന്നത്. ഇന്ത്യ ഉണ്ടെന്ന് നമുക്കറിയാം, തെറ്റില്ല. നേപ്പാൾ ഉണ്ട് അല്ലേ? കാരണം നേപ്പാളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ എങ്ങനെ ചേരുന്നില്ലേ? ഗാഗ്ര നദി പോലെയൊക്കെ. ചൈന, തുടക്കം നോക്കുമ്പോൾ നമുക്ക് ടിബറ്റ് ഭാഗം കാണാൻ കഴിയും. ഏതാണ്? ടിബറ്റ് ഭാഗം. ടിബറ്റ് ഇന്ന് ചൈനയുടെ കീഴിലാണ്. ടിബറ്റ് അത് അംഗീകരിക്കുന്നില്ലെങ്കിലും ചൈന ആ അംഗീകാരം ആഗ്രഹിക്കുന്നില്ല. ചൈന പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈന. പിന്നെ നമുക്കറിയാം ബംഗ്ലാദേശ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ 4 രാജ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ചൈന, ബംഗ്ലാദേശ്. ഇന്ത്യക്കകത്ത് എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്? 11 സ്റ്റേറ്റുകളുണ്ട്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഭഗീരഥിയും അളകനന്ദയും ചേർന്ന ഗംഗ ഒഴുകുന്നു എന്നല്ല. ചെറിയ ട്രിബ്യൂട്ടറീസ് ഉണ്ടല്ലോ. ഇപ്പൊ യമുന നദി ഗംഗയിലേക്ക് ഒഴുകി ചേർന്നു. ഈ യമുന നദിയിലേക്ക് പല നദികളും വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർന്നാണ് എന്ത്? ഗംഗയുടെ ബേസിൻ അല്ലെങ്കിൽ ഗംഗയുടെ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 11 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നോട്ട് ചെയ്യുക. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്. നിങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾ ശരിയാക്കും. ഹരിയാനയും രാജസ്ഥാനും നിങ്ങൾ ചെറ്റിക്കും. വെസ്റ്റ് ബംഗാൾ, കാരണം നമ്മൾ ഏകദേശം ആ ഫ്ലോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെസ്റ്റിലേക്ക് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗംഗയിലേക്ക് വന്നു ചേരുന്ന നദികളിലേക്ക് വന്നു ചേരുന്ന ചില നദികളുണ്ട്. ആ നദികൾ ഹരിയാന, രാജസ്ഥാനിലൂടെ ഒഴുകുന്നു. ഇതിൽ പ്രധാന ഏതൊക്കെയാണ്? ഒന്ന് കണ്ണടച്ച് ആലോചിക്കുക. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തുടക്കം ഉത്തരാഖണ്ഡ്. പ്രയാഗ്രാജ്, അലഹബാദ് ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ്, നമുക്കറിയാം. ഉത്തർപ്രദേശ്. കോസി നദിയെ നമ്മൾ ഓടിച്ചു. എവിടെയാണ്? ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഇതാണ് 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. നമാമി ഗംഗ പ്രോഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ? ഗംഗയെ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള നമാമി ഗംഗ പ്രോഗ്രാം. ഇത് ഈ സംസ്ഥാനങ്ങളിൽ ചില സെലക്റ്റീവ് സംസ്ഥാനങ്ങളിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കേട്ടോ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. ഈ ഒരു വീഡിയോയ്ക്ക് അപ്പുറം പുറത്തേക്ക് നിങ്ങൾക്ക് ഗംഗയെ പറ്റി ഒന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. മേജർ സിറ്റീസ് എലോങ് ഗംഗാ റിവർ. ഗംഗാ നദി, അതിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, ഇതിന്റെയൊക്കെ തീരത്തുള്ള പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്? ആ ട്രെൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതൊരു പുതിയ ട്രെൻഡാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെയാണ്? 1 ഋഷികേശ്, 2 ഹരിദ്വാർ. ഋഷികേശും
ഹരിദ്വാറും. പിന്നെ നമുക്കറിയാം ഡൽഹി ഉത്തരാഖണ്ഡിലല്ല, യൂണിയൻ ടെറിട്ടറി ആണ് അല്ലേ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സിറ്റികളുള്ളത്. കനൗജ്, കാൺപൂർ IIT അല്ലേ, പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ്, വാരണാസി പണ്ടത്തെ കാശി എന്ന് പറയുന്ന മഹാജനപദയുടെ ക്യാപിറ്റലാണ്, ഒരു ഹോളി സൈറ്റാണ്, കുംഭമേള, ലക്നൗ. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എവിടെയാ പറഞ്ഞേ, എല്ലാവരും കമന്റ് ചെയ്ത്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എവിടെയാണ്, ഏത് സിറ്റിയാണ്? മധുര. ആഗ്ര. എത്ര പേർക്ക് അറിയാം ആഗ്ര ഉത്തർപ്രദേശിലാണ്? നമ്മുടെ മനസ്സിൽ ആഗ്ര ഡൽഹിയിലാണല്ലേ. ആഗ്ര ഡൽഹിയിലല്ല, താജ്മഹൽ ഇരിക്കുന്ന ആഗ്ര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ, ഡൽഹിയോട് ചേർന്ന്. ബീഹാറിന്റെ ക്യാപിറ്റൽ പാട്ന, പഴയ പാടലീപുത്ര കേട്ടോ, മഗധയുടെ ഒക്കെ ക്യാപിറ്റൽ ആയിരുന്ന പാടലീപുത്ര, മോഡേൺ ഡേ പാട്ന. വൈശാലി നമുക്കറിയാമല്ലോ, ഒരു പഴയ മലയാള സിനിമ അറിയാലേ. വൈശാലി നമുക്കറിയാം, ഒരു ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി, വൈശാലി. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ്. ബംഗാൾ പ്രൊവിൻസ് അല്ലെങ്കിൽ ബംഗാൾ സാമ്രാജ്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മുർഷിദ് ഖുലി ഖാൻ എന്നൊക്കെ പഠിക്കും, മുർഷിദ് ഖുലി ഖാൻ കേട്ടോ. കൊൽക്കത്ത, ചിൻസൂര, ബരാക്പൂർ. ഞാൻ എന്താ ഈ രണ്ട് ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യുകയാണ്, കാരണം ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ജോഗ്രഫിയിൽ നിന്നല്ല ഹിസ്റ്ററിയിൽ നിന്ന്. SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എനിക്ക് ഉത്തരം കിട്ടണം. ബാറ്റിൽ ഓഫ് ചിൻസൂര. ചിൻസൂരയിലെ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്, ഏത് വർഷമാണ്? ബാറ്റിൽ ഓഫ് പ്ലാസിയോട് അനുബന്ധിച്ച് പ്ലാസിക്കും ബക്സറിന്റെയും സമയത്ത് നമ്മൾ പഠിക്കുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചിൻസൂര. അന്ന് ഞാൻ നിങ്ങളോട് പറയും 2 യൂറോപ്യൻ പവേഴ്സ് ആണ്. ആരൊക്കെയാണ് യൂറോപ്യൻ പവേഴ്സ്, ഏത് വർഷമാണ്? 2 ബരാക്പൂർ. ബരാക്പൂറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? 1857 ശിപായി ലാള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ വിളിച്ച യുദ്ധം, അതിന്റെ തുടക്കം ഇവിടെയാണ്, ബരാക്പൂർ. അതിന് കാരണക്കാരനായ വ്യക്തി ആരാണ്? നിങ്ങൾ പറയുക കേട്ടോ, നിങ്ങൾ പറയുക. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എങ്ങനെയാണ് ഇതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇതുവരെ പറയാത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഈ പരീക്ഷകൾ ഏതൊക്കെ പരീക്ഷകൾ എടുത്തിട്ടുള്ളൂ? SSCയും RRB നടന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പരീക്ഷയും നമ്മൾ എടുത്തിട്ടുണ്ട്. CHSL മുതൽ MTS മുതൽ അല്ലെങ്കിൽ CGL മുതൽ ഗ്രൂപ്പ് D മുതൽ ഏതൊക്കെ പരീക്ഷകളാണോ അതിൽ ഗംഗ എന്ന് പറയുന്ന ഭാഗത്തുനിന്നും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണിത്. ഒന്നാമത്തെ ചോദ്യം, The Ganga river was declared as national river. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു നദിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെങ്കിലാണ് അതിനെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിക്കുക? ഗംഗാ നദിയെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിച്ച വർഷം 2008. 2008 ഒരു നവംബർ മാസം 4-ാം തീയതിയാണ്. 2008 ഒരു നവംബർ മാസം 4-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗംഗയെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആണല്ലോ. 2004 മുതൽ 2009 വരെ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിലാണ് 1ാം മൻമോഹൻ ഗവൺമെന്റ്, ആ കാലഘട്ടത്തിലാണ് ഗംഗയെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിക്കുന്നത്. 2, which 2 head rivers merged to form the river Ganga? ഏതൊക്കെ ഹെഡ് റിവേഴ്സ് ആണ്? പ്രധാനപ്പെട്ട 2 ചേർന്നിട്ടാണ് ഗംഗ എന്നറിയപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പറഞ്ഞല്ലോ ഭഗീരഥി തുടങ്ങുന്നു, അളകനന്ദ തുടങ്ങുന്നു, രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഹരിദ്വാറിൽ വെച്ച് പ്ലെയിനിലേക്ക് ചേരുന്നു. എന്ത് പേരോടെ? ഗംഗ. ഉത്തരം അളകനന്ദ ആൻഡ് ഭഗീരഥി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. 3ാമത്തേത്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. ഇപ്പൊ നമുക്ക് ഇൻഡസ് നദി, ബ്രഹ്മപുത്രയൊക്കെ നോക്കാം. ഇൻഡസിന്റെ നല്ലൊരു ശതമാനം പാകിസ്ഥാനിലും പിന്നെ ടിബറ്റിലുമാണ്. ബ്രഹ്മപുത്രയുടെ ഒരുമാതിരിപ്പെട്ട നമുക്ക് ആകെ ഉള്ളത് നോർത്ത് ഈസ്റ്റിലെ കുറച്ച് ഭാഗം, ബാക്കി മുഴുവൻ എവിടെയാണ്? ടിബറ്റിലാണ്. ടിബറ്റിൽ യാർലങ് സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയിൽ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗംഗാ നദി, 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയുടെ നോർത്തും സൗത്തും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഇന്ത്യയുടെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ നോക്കി പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ ബേസിക് ജോഗ്രഫി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ ദൂരവും ഈ ദൂരവും കമ്പയർ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാവും കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, 4ാമത്തേത്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി റിവർ ഇൻ ഇന്ത്യ? ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി യമുന. എത്ര ദൂരം? 1376 കിലോമീറ്റർ. 2525 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയുടെ, പോഷക നദിയുടെ നീളമാണ് 1376 കിലോമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? യമുന
കേട്ടോ. 5. വേർ ഈസ് ദ ഒറിജിൻ ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് സിറ്റുവേറ്റഡ് റെസ്പെക്റ്റീവ്ലി? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഒറിജിൻ എവിടെയൊക്കെയാണ്? ഗംഗ നമുക്കറിയാം എവിടെയാണ്, നമ്മൾ പഠിച്ചു ഗംഗോത്രി, ഉത്തരാഖണ്ഡ്. ബ്രഹ്മപുത്ര നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ എവിടെ പഠിക്കും? ഇന്ന് ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റ്. ടിബറ്റിലൂടെ യാർലങ് സാങ്പോ എന്നുള്ള പേരിൽ ഒഴുകുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു. സോ ആൻസർ ഈസ് ഉത്തരാഖണ്ഡ് ആൻഡ് ടിബറ്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ദ റിവർ ഗംഗ? സി, ഇത് ടെസ്റ്റ് സീരീസിനും സ്ഥിരമായി ചോദിക്കും. കാരണം കുട്ടികൾ തെറ്റിക്കും. ആ ഉത്തരം പെൻഗംഗ എന്നാണ്. പേരിൽ ഗംഗ ഉള്ളതുകൊണ്ട് നമ്മൾ കരുതും ട്രിബ്യൂട്ടറി ആണെന്ന്. സി, പെൻഗംഗ, വെയിൻഗംഗ, ഇതൊക്കെ മഹാരാഷ്ട്ര, പിന്നെ വെയിൻഗംഗ മധ്യപ്രദേശ്, അങ്ങനെ മഹാരാഷ്ട്ര മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന നദികളാണ്. ഈ നദികൾ ഒടുവിൽ ചെന്ന് ചേരുന്നത് പ്രാണഹിത നദിയിലേക്കാണ്. പ്രാൺഹിത അല്ലെങ്കിൽ പ്രാണഹിത. അത് പിന്നീട് ചെന്ന് ചേരുന്നത് ഗോദാവരിയിലേക്കാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഗോദാവരി നദിയിലേക്ക്. അപ്പോൾ പേരിൽ ഗംഗ ഉണ്ടെങ്കിലും ഗംഗയുടെ പോഷക നദിയല്ല. കേട്ടോ? കേട്ടോ? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? എനിക്ക് ഉത്തരം വേണം. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗ ഓഫ് സൗത്ത് ഇന്ത്യ ഏതാണ്? രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ദ റിവേഴ്സ് ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് മേഘ്ന? ഞാൻ പറഞ്ഞല്ലോ ജമുന, മേഘ്ന എന്നൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. പത്മ, ഈ മൂന്നും കൂടെ ചേർന്നിട്ടാണ് ബംഗ്ലാദേശിൽ ഒരു വലിയ ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാക്കുന്നത്, ഒരു ഡെൽറ്റ ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ. കേട്ടോ? SSC CHSL പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഏതാണ്? ബംഗ്ലാദേശ്. ഉത്തരം ബംഗ്ലാദേശ്. അവിടെയാണ് സുന്ദർബൻസ് എന്ന് ഞാൻ പറഞ്ഞു. സുന്ദർബൻസിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ടോ? സുന്ദർബൻസിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടാഗ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? പറയുക. കേട്ടോ? അപ്പോൾ ഏത് സുന്ദർബൻസ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുന്ദർബൻസിലെ ആ ഐഡന്റിറ്റി ഏത് മൃഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുന്ദർബൻസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള മജസ്റ്റിക് ആയിട്ടുള്ള റോയൽ ബംഗാൾ ടൈഗർ. ഏതാണ്? റോയൽ ബംഗാൾ ടൈഗർ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 1976 നിയമത്തിൽ ഷെഡ്യൂൾ 1 ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഇന്ത്യക്കകത്ത് ലഭിക്കുന്ന കുറേ മൃഗങ്ങളുണ്ട്. അതിൽ പ്രധാനിയാണ് റോയൽ ബംഗാൾ ടൈഗർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഗംഗയെ പറ്റി ഇതിന് പുറത്തേക്ക് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് കൂടാതെ സിന്ധുവിനെ പറ്റിയും പഠിപ്പിക്കും, ബ്രഹ്മപുത്രയെ പറ്റിയും പഠിപ്പിക്കും. അപ്പൊ ഈ ഏരിയസിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും ചെയ്യും. ഒരു കുട്ടി ചോദിച്ചിരുന്നു, എന്താണ് ചോദിച്ചത്? ഇൻഡിപെൻഡൻസിന് മുമ്പും ശേഷമുള്ള പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളെ പറ്റി ചെയ്യാമെന്ന്. ഒരുപാട് കമ്മിറ്റികളുണ്ട് പല പല ഫീൽഡുകളിൽ, പല പല സബ്ജക്റ്റുകളിൽ. അതിനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് പറയുക, സൈലം അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. കേട്ടോ? പിന്നെ ബാച്ചുകളുടെ കാര്യം പറയുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടാണ് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് അല്ല, ലൈവ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി സൈലം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും സൈലത്തിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.